സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി FB പേജിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കി തന്ന വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ വലിയ ദാസി റോസ്ലാൻഡിയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവർത്തനങ്ങളെല്ലാം മാനിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്ക് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു തിരുവചനം വായിക്കാം. 91 സങ്കീർത്തനം 11 വാക്യം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം. നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു കരുതലാണ് നമുക്കിവിടെ വായിക്കാൻ സാധിച്ചത്. സ്തോത്രം. നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി കാലങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാഗ്ദത്ത നിവൃത്തി പോലെയുള്ള ദൈവത്തിന്റെ വചനമാണ് നാം കേട്ടത്. നിന്നെക്കുറിച്ച് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെക്കുറിച്ച് പറയുവാൻ നാം എന്തുള്ളൂ? ഹല്ലേലൂയ. നാം എന്തുള്ളൂ? നമ്മെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ച് നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ നാം എത്രത്തോളം ഉണ്ട്? സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ദൈവത്തിന് വലിയ ആകാംക്ഷയാ, വലിയ ഉത്തരവാദിത്വമാ, വലിയ സ്നേഹമാ മനുഷ്യരോട്. നിങ്ങൾ പറഞ്ഞത് നിന്റെ എല്ലാ വഴികളിലും. അപ്പൊ നിന്റെ വഴികൾ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ആ വഴികളിൽ നിന്നെ സൂക്ഷിക്കത്തക്ക വണ്ണമുള്ള വഴികളാണോ എന്നുള്ളത് നാം സൂക്ഷിക്കണം, നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ വഴികൾ എങ്ങനെയുള്ളതായിരിക്കണം, എങ്ങനെയുള്ളതാകും എന്നുള്ളതാണ് ഒരു വലിയതായ വിഷയം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ സൂക്ഷിക്കുമെന്നും കരുതുമെന്നും അവിടെ നിനക്ക് വേണ്ടി ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൂതന്മാർ നമുക്ക് സേവകാത്മാക്കളായി നമ്മുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. നമ്മോട് ചേർന്ന് വസിക്കുന്ന ദൂതന്മാരുണ്ട്. നമ്മളെ ഇരുവശങ്ങളിലും ഹല്ലേലൂയ കാവൽ ചെയ്യുവാൻ, നമ്മെ എപ്പോഴും സൂക്ഷിക്കുവാൻ, നമ്മുടെ വഴികളിലൊക്കെയും ഹല്ലേലൂയ നമ്മെ സൂക്ഷിക്കേണ്ടതിന്, നമ്മെ പരിപാലിക്കേണ്ടതിന്, നിന്നെ കാക്കേണ്ടതിന് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ്. ദൂതനോടെന്നല്ല, ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്. അപ്പൊ നീ പോകുന്ന വഴി എങ്ങനെയാ? കല്ലുള്ളടമാ, മുള്ളു നിറഞ്ഞതാ. പാത എങ്ങനെയുള്ളതാ? ദുർഘടമായ പാതയാ, കൂരിരുട്ടുള്ള പാതയാ. രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാതകൾ ഏത് വഴിയാ? നാം പോകുന്ന വഴികൾ ഏത് വിധമാ? ആ വഴികളിലൊക്കെയും നിന്നെ കാക്കുവാൻ നിനക്ക് ദൂതന്മാരെ ആക്കിയിട്ടുണ്ടെന്നാ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ നാം ആകാത്ത വഴിയിൽ പോകുവാൻ പാടുണ്ടോ? നാം ആകാത്ത വഴിയിൽ പോയാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമോ? നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ദൈവത്തിന് പ്രസാദമാകുവാൻ തക്കവണ്ണമുള്ളതായിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ഹിതമുള്ള ഇടത്ത്, പ്രസാദിക്കുന്ന ഇടത്ത്, ദൈവത്തിന്റെ ദൂതന്മാർക്ക് ഇറങ്ങി വരുവാൻ പറ്റുന്ന ഇടത്തായിരിക്കണം നിന്റെ യാത്രകളും നിന്റെ വഴികളുമെല്ലാം. ദൈവവചനത്തിൽ ഒരുപാട് സ്ഥലത്ത് വഴികളെക്കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തനം 37 5 വാക്യത്തിൽ പറയുന്നത്, യഹോവയെ ഭരമേൽപ്പിക്കുക. നിന്റെ വഴികളെ യഹോവയെ ഭരമേൽപ്പിക്കുക. നോക്കാം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. സ്തോത്രം. നാം ഒരു വഴിക്കിറങ്ങി പോവുകയല്ലേ?
നാം ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മുടെ വഴി ദൈവത്തെ ഭരമേൽപ്പിക്കുക. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിത മാർഗങ്ങളൊക്കെ ദൈവത്തെ ഭരമേൽപ്പിക്കുവാനാണ് അവിടെ നാം വായിച്ചത്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. സ്തോത്രം. വഴികളെ അറിയുന്ന ദൈവം, നിന്റെ വഴികളിൽ ദൂതന്മാരെ ആക്കി വെച്ചിരിക്കുന്ന ദൈവം, സകലത്തിലും ദൈവത്തിന്റെ ഒരു കണ്ണുണ്ട് കേട്ടോ. ഹാലലിയ. നിന്റെ വിചാരങ്ങളൊന്നുമല്ല. നീ ഒരു കാര്യം ചിന്തിച്ചാൽ, ഞാനടക്കം നമ്മളൊരു കാര്യം വിചാരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ, സ്തോത്രം, അവിടെ ദൈവത്തിന്റെ വിചാരവും ദൈവത്തിന്റെ വഴിയുമാണ് അതിൽ വെളിപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വഴിയും വിചാരങ്ങളും വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കാര്യം സാധിക്കത്തുള്ളൂ, നിന്റെ ഉദ്ദേശം നടക്കത്തുള്ളൂ, നീ പോകുന്ന കാര്യം നിവൃത്തിയാകുകയുള്ളൂ. അതെവിടെയാ പറഞ്ഞിരിക്കുന്നേ? സ്തോത്രം. യെശയ്യാവ് 55 അധ്യായം 8 വാക്യം. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിന് മുൻതൂക്കം കൊടുക്കാതെ, ദൈവത്തെ പരമേൽപ്പിക്കാതെ ഒരു വഴിയിൽ പോയാൽ ദൈവം പറയാ, നിന്റെ വിചാരങ്ങളുടെ മേലും നിന്റെ വഴികളുടെ മേലും എന്റെ വിചാരങ്ങളും എന്റെ വഴികളുമാ. നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളുമല്ല എന്റെ വഴികൾ. അങ്ങനെ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അറിയാമായിരുന്നിട്ടും ദൈവത്തെ വിട്ടുപോയാൽ പിന്നെ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അവിടെ ദൈവത്തിന് ദൂതന്മാരുമില്ല, ദൈവപ്രവൃത്തിയെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നുണ്ടാ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, ഇത് നാം അറിഞ്ഞിരിക്കണം, ഇത് നാം ഏറ്റെടുത്തിരിക്കണം. നാം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു നാം ചിന്തിക്കണം. വായിക്കുമ്പോൾ തന്നെ നാം ആകാശത്തിന്റെ വലിപ്പം, അല്ലെങ്കിൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള അന്തരം അതിന്റെ കവറിങ് നാം ചിന്തിച്ചിരിക്കണം, നാം മനസ്സിലാക്കിയിരിക്കണം എത്രത്തോളം എന്ന്. അങ്ങനെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ പൈതൽ, നമ്മുടെ വഴികളൊക്കെ യഹോവയെ ഭരമേൽപ്പിക്കാൻ പറയുന്നതിന്റെ കാര്യം ഇതാ. ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ മീതെ വരുവാനുണ്ട്. എന്നിട്ട് താഴോട്ട് പറയുന്ന ഭാഗം എങ്ങനെയാണെന്നറിയാമോ? മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുന്നു. മഴയും ഹിമവും, മഴ, ഹിമം, മഞ്ഞ് ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ